നമ്മൾ ഈ വീടിൻ്റെ കോണിപ്പടിയിലൂടെ കടന്ന് മുകളിലേക്ക് പോവുകയാണ്. ഈ പോകുമ്പം നമ്മളിപ്പോൾ നേരത്തെ കാഴ്ച പകർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മരത്തിൻ്റെ കുത്തുപണികൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങളുടെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കയറുമ്പോൾ നമുക്ക് RSSൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഹെഡ്ഗേവ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവ സാറിൻ്റെ ഒരു ശില്പം കൊടുത്തിട്ടുണ്ട്. ശിവാജി ഒരു ശില്പം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടുന്ന് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്കാണ്. ഇതിൽ വരുമ്പോൾ തന്നെ നമ്മളൊരു ഭാരതാംബയുടെ അനുസ്മരിപ്പിക്കുന്ന ഒരു കൊത്തുപണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണിയാണ്. നമ്മൾ നേരെ ബന്ധവാ നേരെ നമ്മളിപ്പം ഇതിൻ്റെ മുകളിലത്തെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കയറി വരുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ എൻലെസ് ആണ്. ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലേ സാർ ഒന്ന് വരും. ഇതിൽ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് സാധാരണ ഒരാളൊരു വീട് പണിയുമ്പം ഒരു കാഴ്ചയ്ക്ക് ഒരു ഭാഗം നമ്മളൊരു ഭാഗം ചെയ്യും, ബാക്കിയുള്ളത് ഫ്രീ ആയിട്ട് വിടും. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ എൻലെസ് ആണ്. ഓരോ മുക്കും മൂലയും അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ല. തീർച്ചയായും ഒന്നും നമ്മൾ ഇവിടെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഇനി പൂർണ്ണമാകാനുമില്ല. ഈ വീട്ടിലേക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും ആടേണ്ട ആവശ്യമില്ല സാർ. നമുക്ക് ഇതിനെ നേരെ ബാക്ക് സൈഡായിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ഇതുണ്ട്. നമുക്ക് അവിടെ നിന്ന് കയറി വന്നിട്ട് നമുക്ക് ഈ മേലെ ഇതേപോലെ തന്നെ ഈവൻ നമ്മുടെ സ്റ്റെപ്പ് കയറി വന്നിട്ട് കാണുന്ന നേരെ ഈ ഭിത്തിയിൽ, ഓപ്പോസിറ്റ് ഭിത്തിയിൽ അതേപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ മേലെ മച്ചിൻ്റെ ഭാഗങ്ങളിൽ എല്ലാം തന്നെ കാണുന്നത് തന്നെയാണ്. മരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഡോറാണ് മരത്തിൻ്റെ. അകത്തെ കാഴ്ചയിലേക്ക് വരാം. മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമ്മൾ ഈ വീട്ടിൽ വന്നപ്പം പറഞ്ഞു ഒരുപാട് ചുവർ ശില്പങ്ങൾ മരത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കിപ്പോൾ ഒരു ഇതില്ലായിരുന്നു എന്താണെന്ന് അറിയാത്തത്. അപ്പം ഞാനിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ സാറ് പറഞ്ഞത് ദക്ഷിണ കന്നഡത്തിലെ യക്ഷകാരൻ എന്ന് പറഞ്ഞ് അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ശില്പങ്ങളാണ് വരുന്നത് അല്ലേ? അതിന് കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ സാർ? എനിക്കത് പേര് ഞാൻ ചോദിച്ചിട്ട് പറയാം. ശരി, വീട്ടുകാരോട് ചോദിച്ചിട്ട് പറയാം. അവർ ഏതേത് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ട് അത് ശരിക്കും കറക്റ്റായിട്ട് ഇതിന് എന്തൊക്കെ ചിത്രീകരിക്കണം എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് തന്നെയാണ് ഓരോ ശില്പങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്ക് പരിചയമില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് എനിക്ക് കൂടെ പറയാറില്ലായിരുന്നു. അപ്പോൾ അത് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം പ്രത്യേകതകളും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ശില്പങ്ങളും ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓരോന്നും കാണാൻ ഒത്തിരി ഉണ്ട്. നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ 3 ബെഡ്റൂമാണെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാർ, ഈ ഒരു ബെഡ്റൂം ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്? ഗസ്റ്റ് ഇവിടെ ആര് വന്നെങ്കിലും ഗസ്റ്റ് ഇത് സിംഗിൾ ബെഡ്. ഓക്കെ. ഈ ഒരു സിംഗിൾ ബെഡായിട്ട് കാണാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഗസ്റ്റ് വീട്ടിൽ വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. സിംഗിൾ ബെഡ് ആണെങ്കിൽ തന്നെ അതിന് ആ മണിക്കട്ടിൽ എന്തായാലും പറയുന്നതിനൊരു മലയാളത്തിൽ പറയണ്ടേ, ആ ഒരു ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ചുവർ ശില്പം. ഇവിടെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വർക്ക് ചെയ്യാൻ നമുക്ക് ആ ടേബിളും ചെയറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന് വേണ്ട നമ്മൾ ലൈറ്റും അതേപോലെ തന്നെ ഈ മരത്തിൻ്റെ ആ ബോർഡറും ഒക്കെ നിൽക്കാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ റൂമിലേക്ക് വരുമ്പോൾ നമ്മളൊരു അരയന്നത്തിൻ്റെ ആ ഒരു തലയാണ് ഈ റൂമിലെ മച്ചിൻ്റെ മുകളിൽ മുഴുവനായിട്ട് കാണുന്നത്. ഫ്ലവറും മരവും അരയന്നത്തിൻ്റെ തലയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു ഇതില്ലേ സാർ, ശരിക്കും ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മരത്തിൽ തന്നെ തീർത്തിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇത്. എനിക്കൊന്നത് ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഇതൊന്നും. കാരണം ഇത് നമുക്കിപ്പം സ്റ്റീലിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ മരത്തിൽ കിട്ടാനില്ല. ഒരു നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. നമുക്കൊരു കോർണറിലെല്ലാം വയ്ക്കാം, ഡ്രസ്സ് കൊളുത്തിടാനും അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പ്ലസ് റൂമിൻ്റെ ഭംഗി കൂട്ടാനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വാതിലിൻ്റെ കുത്തുപണികളെല്ലാം
നമ്മുടെ ഹിന്ദു പ്രതീകമായിട്ടുള്ള ഓം, അതേപോലെ തന്നെ അതിനനുബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടുള്ളൊരു കൊത്തുപണികളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം. ഇതിനൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇവിടെ. നല്ലൊരു വാഷ് ബേസിനും ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറൊക്കെ എടുക്കാൻ പറ്റുന്ന ടാപ്പ്, ടവലിൻ്റെ ഇത് വരുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഈ ബാത്റൂമിൻ്റെ ഇതിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആ റെഡ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ തന്നെ നല്ല ഒരു എന്താ പറയുക, ഒരു ടൈലും കാര്യങ്ങളും തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടൈൽ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള നല്ല കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിനകത്ത്, പിന്നെ ഹീറ്ററുണ്ട്, നല്ല വെന്റിലേഷനിലേക്ക് എക്സോസ്റ്റ് ഫാന്, അതേപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുത്താൽ മതി. നമ്മൾ മറ്റുള്ള ഇപ്പം പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പം അവിടെ അഴുക്ക് കെട്ടി കിടക്കുന്നതായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമും കോമൺ ബാത്റൂമും ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് വരുന്ന ഫാമിലിയിൽപ്പെട്ട ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് കാണിക്കുക കേട്ടോ, വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ ഞാനിപ്പോൾ സാറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് വരുമ്പം ഇതാണ് ബെഡ്റൂം വരുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൊണ്ടും പരിപൂർണമായിട്ടുള്ള രീതിയിൽ മരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഫ്ലോറും മാറ്റും എല്ലാം തന്നെ ഒന്നിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഒരുക്കുന്നത്. ഇവിടുത്തെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ, നമ്മുടെ സീലിങ്ങിലേക്ക് വരുമ്പം ഈ സീലിങ്ങിൽ കാണാൻ പറ്റുന്നത് ശംഖാണ്. നമ്മൾ അപ്പുറത്ത് കണ്ടിരുന്ന അരയന്നത്തിൻ്റെ തലയായിരുന്നെങ്കിൽ ഇവിടെ ശംഖുകളാണ് നമുക്ക് ഈ ഒരു വീട്ടിലെ കാഴ്ചകൾ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ പീസിൽ കൊത്തിയെടുത്തിട്ടുള്ള മരത്തിൻ്റെ ശില്പങ്ങൾ ഈ വീടിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിലേക്ക് വന്ന് കഴിഞ്ഞ് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ശില്പങ്ങൾ മരത്തിൻ്റെത് അത് ഓരോ ഭാഗങ്ങളിലും തന്നെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ നമ്മൾ കോമൺ ഹാളിലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എന്തിനാണ് ഇപ്പോൾ ഒരു കയറി വന്ന ഡോറും കാണാം, ഇങ്ങനെ ഡോറും കാണാം. ബെഡ്റൂമിന് സാധാരണ ഒരു ഡോറാണ് കൊടുക്കാറ്. അപ്പം അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ ബാത്റൂം വരുന്നത് ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ബാത്റൂം സൗകര്യം കാര്യങ്ങളും. അപ്പുറത്തെ റൂമിൽ നിന്ന് സിമിലാരിറ്റി ഉള്ള ഒരു കളർ ടൈലും കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റ്, അതേപോലെ തന്നെ ബാത്ത് ടവൽ വയ്ക്കാനുള്ളത്, ഹീറ്റർ, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ റൂമിൽ നമുക്ക് ഫാൻ ഉണ്ടായിരുന്നു, ഇവിടെ ഫാന് ഇട്ടില്ല. സാധാരണ ബാത്റൂമിൽ അങ്ങനെ ഫാനിൻ്റെ ആവശ്യം വരുന്നില്ല, എക്സോസ്റ്റ് ഫാൻ മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നാലും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ബെഡ്റൂം, 2 ബെഡ്റൂമുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് ഇപ്പോൾ നമ്മുടെ എൻജിനീയർ ശങ്കർ ഭട്ട് സാറ് കാണിച്ചു തരുന്നതാണ്. സാറ് എന്തുകൊണ്ടാണ് ഈ ഒരു ബെഡ്റൂം എന്ന് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂമിന് 2 ഡോറ് കൊടുത്തത് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ശരി. ഇപ്പോൾ ഇതിപ്പം നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോകാം അല്ലേ? ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ കാഴ്ചകൾ വേറെ കാണാനുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. വാ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നേരെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ 2 നമുക്ക് സിറ്റ് ഔട്ട് ഫ്രണ്ട് ഉണ്ട്. അത് ഇവിടുത്തെ ഈ ഒരു പ്രകൃതിൻ്റെ കിടപ്പ് അങ്ങനെയായിരുന്നുള്ളത്. നമുക്ക് ഇങ്ങോട്ട് കയറിയിട്ട് കയറണോ അല്ല ഇങ്ങോട്ട് വരണോ? ഇങ്ങോട്ട്. ഓക്കെ. നമുക്ക് ഇവിടെ കാണാൻ പോകുന്ന ഒരു പുറത്തെ കാഴ്ചകൾ പിന്നെ കാണിക്കാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ്റെ ഒരു ആവശ്യഘട്ടമാണ്, അതുകൊണ്ട് കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിന് ഒരു ഫേസ് ഉണ്ട്. നമ്മളിതിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇതൊരു ഉമ്മറാണ് കേട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ കാർ പോർച്ച് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാണിക്കാനുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് വരുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാറ് നിർത്താനുള്ള സൗകര്യമുണ്ട്. നേരെ കാറ് വയ്ക്കുക അല്ലേ സാർ? ഇവിടെ കാറ് വയ്ക്കുക. എന്നിട്ട് നേരെ ഇവിടെ നമ്മൾ കയറുന്നു ഈ വീട്ടിലേക്ക്. നമ്മൾ ഇവിടുത്തെ പുറമത്തെ കാഴ്ചകൾ നമുക്ക് പരിപൂർണമായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിൻ്റെ ആ മേലത്തെ ഭാഗത്ത് വരുന്ന ലാറ്ററേറ്റിൻ്റെ വർക്കും കാര്യങ്ങളും ഉണ്ട്. കരിങ്കല്ലിലുള്ള ആനയുടെ ശില്പങ്ങളുണ്ട്. നമ്മൾ നേരെ ഇതിലേക്ക് വരികയാണ്, കാര്യത്തിലേക്ക് വരികയാണ്. സാർ ഇവിടുന്ന് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇപ്പോൾ ഈ കോലം പിന്നെ എടുക്കുന്ന അത് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഈ സൈറ്റ് അങ്ങനെ ഉണ്ടായി.
ഇത് ഹൈറ്റ് അങ്ങനെ നമ്മൾ ഇതിന്റെ ഈ ഒരു പ്രകൃതിയുടെ ഇതൊരു സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് വരുന്നത്. എങ്ങനെയുണ്ട് ആ മാതിരി അതേപോലെ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് താഴെ വീട് കൊടുത്തു, ഇവിടെ ഒരു ഹൈറ്റ് കെട്ടിയെടുത്തിട്ട് താഴെ കറുപ്പ് പൊടിച്ച് കൊടുത്ത് മുകളിൽ ഇവിടെ ഇതിന് നേരെ ഡൗൺ സൈഡിൽ പോർച്ചുണ്ട്, മേലെ പോർച്ച് വഴി കൊടുത്തു. നമുക്ക് അവിടുന്ന് നേരെ ഇപ്പൊ ഒരാള് ഗസ്റ്റ് വരുവാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആക്കിയിട്ട് ഉള്ളിൽ വരുന്നുണ്ട്, നേരെ വരുന്നതാണ്. അപ്പം നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഗസ്റ്റ് റൂമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. ഒരു സിംഗിൾ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഗസ്റ്റ് മീൻസ് ഫാമിലി ആളില്ലാത്ത സമയത്ത് മീൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, കാരണം ഫാമിലി ആയിട്ട് അത്ര എടുത്തിട്ടുള്ള അല്ല ക്ലോസ് ചെയ്ത് പ്രൈവസി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലോസ് ചെയ്തു. ആ വരുന്ന ആളുകൾക്ക് നേരെ സിംഗിൾ ആണെങ്കിൽ ഇവിടെ പോവാം. ഒരു സിംഗിൾ റൂം ആണെങ്കിൽ മീൻസ് ഇപ്പം നമ്മളിപ്പം ക്ലോസ് ചെയ്തു, ഈ വരുന്ന ഗസ്റ്റ് നേരെ ഒരൊറ്റ ഗസ്റ്റ് മാത്രമാണെങ്കിൽ അവർക്ക് സിംഗിൾ ഗസ്റ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നേരെ ഈ ഒരു റൂം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല അവരിതിൽ ഇപ്പം സിംഗിളിൽ കുറച്ച് കൂടുതൽ ആള് ഉണ്ടെങ്കിൽ, ഇപ്പം ഈ ഫാമിലിയിൽ കൂടുതൽ മെമ്പറുകൾ ഉണ്ടെങ്കിൽ സാർ അല്ലേ, നേരെ അടുത്തതായിട്ട് നേരെ ഇത് ഉപയോഗിക്കാം. അപ്പം ഈ ഒരു 2 ഭാഗം കൊണ്ട് തന്നെ അവർക്ക് ഓക്കെ ഇതിൽ മതി. കാരണം ഈ ഒരു 2 ബെഡ്റൂമായി ഇത് കഴിഞ്ഞു. ഇവർക്ക് നേരെ ഇവരെ ആ ഒരു സ്റ്റേ ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഇവിടെ നിന്നിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് പോവാം. ഇനി അതല്ല ഇപ്പം ഈ ഫാമിലി ഇവിടുത്തെ വീട്ടുകാർ മാത്രമാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇത് മൊത്തം മുഴുവനായിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ് കാണാൻ പോകുന്നത്. ഇതിൽ വരുമ്പോൾ വലിയൊരു ഹോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാറ് ഇതിൽ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതും കൂടെ ഓപ്പൺ ആയി കേട്ടോ. ഇപ്പം നമ്മളിപ്പം നേരെ പുറമേന്ന് കയറി വന്നു കഴിഞ്ഞാൽ നേരെ എല്ലാം ആയിട്ട് കണക്റ്റഡായി. ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറുണ്ട്. പിന്നെ സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ ഒരു അടിപൊളി ശില്പം. ഇത് ഒരു മരത്തിലല്ലേ, ഇത് ഒറ്റ മരത്തിൽ കൊത്തിയ ഒരു ശ്രീരാമ ഭഗവാന്റെ ശില്പമാണിത്. എക്സലൻറ്റ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് നല്ലോണം ഒന്ന് നമ്മൾ വീഡിയോയിൽ പകർത്തു കിട്ടോ. ഇത് പിന്നെ ഇതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ശരിക്കും TV വെക്കാൻ വേണ്ടി TV ഷോക്കേസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ TV വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? വെച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. ഇവിടെ TV ഷോക്കേസ് ആയിട്ട് വെച്ചിരിക്കുന്നത് മരം കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മരത്തിൻ്റെ നല്ല ഫ്ലവറുകളുണ്ട്. അതേപോലെ തന്നെ സൈഡിലെല്ലാം ഫ്ലവറിനോട് കൂടിയിട്ട് തന്നെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. മേലെ നമുക്ക് മരത്തിൻ്റെ ആ ചെണ്ട ഇത് മദ്ദളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ യക്ഷഗാനന്റെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാദ്യോപകരണങ്ങളാണ് വരുന്നത്. നമുക്ക് ഈ ചെണ്ടയും മദ്ദളം, ചെണ്ട, പിന്നെ ഈ യക്ഷഗാനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശില്പങ്ങൾ, നമ്മളീ പറഞ്ഞ മരത്തിൻ്റെ ശില്പങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന നമുക്ക് വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഗസ്റ്റിനോ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഹാളിലേക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് ഇരിപ്പിടം ചെയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പം ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണിയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ. നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് മുഴുവനായിട്ട് തന്നെ കാണാൻ പറ്റും. ഈ ഒരു കാഴ്ചയിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഗാർഡൻ, അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഇതിന് മുറ്റുമായിട്ട് അനുബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഇതുമായിട്ട് അനുബന്ധപ്പെട്ട തോട്ടം. സാർ ആ കാണുന്ന ബൗണ്ടറി എല്ലാം ഇതിൽ വരുന്നതല്ലേ? ഇപ്പം നമ്മളവിടെ കൃഷി ഇവിടെ താഴെ ഇപ്പം മണ്ണും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ടതായിട്ട് നമ്മളിപ്പം പോകുന്നുണ്ട്. അങ്ങോട്ട് ലോങ് വ്യൂവിൽ കാണാൻ പറ്റുന്നതാണ്. അവിടെ ഒരു തോട്ടം കാര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് അടുത്ത് പരിചയപ്പെടാം. നമുക്ക് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാർ ഇവിടെ നമുക്കിപ്പം മരവും അതേപോലെ തന്നെ നമ്മളെ ലാറ്ററൈറ്റുമാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഈ സ്റ്റോണിൻ്റെ വർക്കും കാര്യങ്ങളും, പിന്നെ ഒരു ഫ്രീ ആയിട്ട് സമയത്ത് ഇരിക്കാനൊക്കെ അല്ലേ, ഇരിക്കാൻ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇതാ കാണേണ്ട കാഴ്ചയുണ്ട്, അത് എടുത്ത് കാണണം. നമ്മളെ ഇവിടുത്തെ സിംഗിൾ ഒറ്റ പീസിൽ കൊത്തിയെടുത്ത് ചോളം, നമ്മളുടെ ചോളം ഇല്ലേ, ആ ചോളമാണിത്. ക്രിയേറ്റിവിറ്റി ഭയങ്കര തന്നെയാട്ടോ. അണ്ണാനുണ്ട്, അതേപോലെ തന്നെ താമരമുട്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്ത് മുന്തിരിക്കുല തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഫ്രൂട്ടോ ഇത് നോക്കിയേ, നമ്മളെ ഈ ഇത് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു പീസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് നിർത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര തന്നെയാണ് ഇത്. എന്താ പറയുക, അവിടെ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബോൾ ഇതിൻ്റെ ഉള്ളിൽ
അങ്ങനെ ഇരുന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ അവർ അത്രയ്ക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്കൊന്നും അനുഗ്രഹം കിട്ടിയ കലാകാരന്മാർ തന്നെയല്ലേ സാർ ഇവരെ? ശരി ഇല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സാധാരണയുള്ള ഒരു കാർപ്പൻ്റർ എന്ന് അവരെ പറയാൻ പറ്റില്ല കേട്ടോ, ശില്പികൾ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ സാർ? കാർപ്പൻ്റർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, സോറി, ഞാൻ ആ വാക്ക് പിൻവലിക്കുകയാണ്. ശില്പികളാണ് അവർ. മരത്തിൽ ചെയ്യുന്ന, മരം കൊത്തുകൊണ്ട് വ്യത്യസ്തത തീർക്കുന്ന ശില്പികളാണ് അവർ. നല്ലതായിട്ട് ചെയ്യുന്ന. അതെ അതെ അതെ. ഇതിനകത്ത് ഇപ്പം ഇവിടെ സാർ ഇവിടേക്ക് ഇപ്പം ഈ വാതിലിൽ പിന്നെ നമ്മൾ എനിക്കൊന്ന് വർക്ക് കുറച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇതിനകത്ത് കുറഞ്ഞ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ ഈ എൻലെസ് ആയിട്ടുള്ള മ്യൂസിക്. സാർ ഇവിടെ പ്ലേ ചെയ്യുന്നത് കർണാടക സംഗീത മ്യൂസിക് എന്ത് ചെയ്യുന്നത്? കർണാടക ക്ലാസിക് ആയിട്ടുള്ള ക്ലാസിക് സംഗീതം. അതെ, അത് ഓരോ ഉള്ളിലേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇത് ഒരേ മ്യൂസിക് അല്ല എല്ലാ സ്ഥലത്തും പ്ലേ ആവുന്നത്, അല്ലെങ്കിൽ ഒരേ മ്യൂസിക് ആണ്. ഓക്കെ. ഓരോ ഭാഗത്ത് ഇപ്പൊ ഇത് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം വീടിനകത്ത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കേൾക്കാം, വേറെ അത് ഇതാക്കാം. അത് ഈ പുറത്തത് എല്ലാ സമയത്തും പ്ലേ ചെയ്തിട്ടേ ഇരിക്കും അത്? അല്ല, ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഓക്കെ. നമുക്ക് ഇപ്പൊ എത്ര നമ്മളൊക്കെ അവിടെ ഇപ്പൊ വീടിന്റെ പുറത്ത് പോകുന്നു വാക്കാക്കാം, അപ്പൊ നമുക്ക് പുറത്തെ സൈഡ് കേൾക്കുന്ന മാതിരി. ഓക്കെ. ഇത് ജസ്റ്റ് ഇപ്പം ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇട്ട് വെക്കാം. ഇനി അതല്ല വാക്കിങ്ങിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഇട്ട് വെക്കാം. ഇതിന് ഇവിടെ അടുത്ത് ഇപ്പം ചെറിയ വർക്കും കാര്യങ്ങളും ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ചെറിയ ഒരു സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊരുവിധ സൗണ്ടിന്റെയും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വേറെ ഇപ്പം എന്താ, ഇവിടെ നമ്മൾ ഈ ഒരു ബെഞ്ചിന് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റിന്റെ ഇതാണ് സാർ. എന്താണ് ഇവിടെ ഇത് കൊടുക്കാൻ കാരണം? അത് പുറത്തുനിന്ന് ഗാളി വരുന്നു, കാറ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതാവത് പോരുത്. ഓക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതൊരു ബാൽക്കണി, ഓപ്പൺ ബാൽക്കണിയാണ്. അപ്പം ശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ഡാമേജ് വരാതിരിക്കാനുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ചെയ്തു വെച്ചു. അപ്പം കുറച്ചുകൂടെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, എപ്പോഴും എടുത്ത് മാറ്റേണ്ടത് ആവശ്യമില്ല. ഇതാകുമ്പം തുടച്ചു കഴിഞ്ഞാൽ ക്ലീനായി അങ്ങനെയുള്ള. കാരണം ഇത് വീട് എനിക്ക് തോന്നുന്നത് ഓരോ ഭാഗം ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ മെയിൻ്റനൻസും കൂടി ഫ്യൂച്ചറിലേക്ക് കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. കാരണം ടെമ്പററി ആയിട്ടല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങളും ഇപ്പം ഇത് അതേപോലെ തന്നെ ഇപ്പം ഏതൊരു ഭാഗം എടുത്തു നോക്കി കഴിഞ്ഞാലും തുടച്ച് നന്നാക്കാൻ, വൃത്തിയാക്കാൻ പറ്റുന്ന, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. സിമ്പിളായിട്ട് മെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ വന്നെങ്കിലും അവിടെ ഒന്ന് ഹോല് വെച്ചിട്ടുണ്ട്, അവിടെ അപ്പുറത്ത് പോകുന്നത്. ഓക്കെ. ഡിസ്റ്റർബ് ആവുന്നില്ല. ഓക്കെ. ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ വന്ന് വീഴും. കാരണം അതിശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഈ നമ്മളെ കോസ്റ്റൽ ഏരിയ ബന്ധപ്പെട്ട സ്ഥലമാണിത്, കേരളമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല ശക്തമായിട്ട് മൺസൂണിൽ നല്ല മഴ ലഭിക്കും. മഴ ലഭിക്കും, നല്ല ചീറ്റലടിക്കും. ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ തന്നെ അത് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ കണക്കാക്കി കൊടുത്തിട്ടുണ്ടല്ലേ സാർ? അതെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇവിടെ ഇപ്പോൾ എടുത്ത് പറയേണ്ടത് നമ്മളെ ലാറ്ററൈറ്റ് തന്നെയല്ലേ സാർ? നമ്മളെ അല്ലേ പ്രൈം സ്റ്റോണിന്റെ ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാറ്ററൈറ്റിൽ എല്ലാ സ്ഥലത്തും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കാണിച്ചു, താഴെ കൊണ്ട് തീരുന്നില്ല. ഈ വീടിന്റെ ഓരോ കോർണറിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോൾഡ് ചെയ്തിട്ടുള്ള ഇവിടെ ഫിനിഷിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മച്ചിൽ നമുക്ക് ഈ പറഞ്ഞ അരയന്നത്തിൻ്റെ ആ ഒരു തലയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്ക് നിൽക്കാതെ ഓരോ ഭാഗങ്ങളും വീടിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും കാണാനുണ്ട്. ഇവിടെ പിന്നെ സാധാരണ ഓടല്ലേ സാർ ഉപയോഗിച്ചിരിക്കുന്നത്? സാധാരണ ഇത് ഡബിൾ ചെടി എന്താ പറയുക, ചെടി ഡബിൾ ഉണ്ടാവും. ഓക്കെ. ഇത് പിന്നെ നമ്മളുടെ ഇരട്ടപ്പാത്തിയുള്ള ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഒറ്റപ്പാത്തിക്ക് ചോർച്ച കൂടാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇരട്ടപ്പാത്തി ഉപയോഗിക്കുന്നത്. ഡബിൾ ചാല അത് സാർ പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് നമുക്കിത് അങ്ങനെ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ളതൊക്കെ സമയത്തൊക്കെ ഒരുപാട് ഇരിക്കുന്ന കാണാനൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം.